നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് മോശമാണെന്ന പേരിൽ എ റഹീം എംപിയെ ട്രോളുന്നു. ജനാധിപത്യം ഭാഷാ പരീക്ഷയാക്കിയോ അതോ ജനപ്രതിനിധികളെ അപമാനിക്കാൻ ഭാഷയെ ആയുധമാക്കുന്നു? സോഷ്യൽ മീഡിയ യുഗത്തിൽ ഓരോ വാക്കും ഓരോ പിഴവും ഓഡിറ്റ് ചെയ്യപ്പെടും. ഇംഗ്ലീഷ് അറിയാത്തത് കുറ്റമല്ല, പക്ഷേ തയ്യാറെടുക്കാതെ പോയാൽ റഹീം എപ്പോഴും ഏറിലായിരിക്കും. റഹീമിനെ എതിർക്കുന്ന വാദങ്ങൾ ഇവയാണ്. തയ്യാറെടുപ്പില്ലായ്മയാണ് പ്രശ്നം. വിഷയം പഠിച്ച് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം റഹീമിനുണ്ട്. പൂർവ്വസൂരികൾ സംസാരിക്കുമ്പോൾ ഉള്ളടക്കം ശക്തമായിരുന്നു. ഭാഷയല്ല പ്രശ്നം, ഉള്ളടക്കമില്ലായ്മയാണ് എന്നത് റഹീമിന്റെ പ്രസംഗങ്ങൾ തന്നെ തുറന്നു കാണിക്കുന്നു. ഓരോ പിഴവും രാഷ്ട്രീയ ആയുധമാകും. അതറിയാതെ സംസാരിക്കുന്നത് രാഷ്ട്രീയമായി തന്നെ തിരിച്ചടിയാകും. ട്രോളിനെ വിമർശനമായി കാണാതെ ഭാഷാ പീഡനമായി മാത്രം ചിത്രീകരിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറലുമാണ്. റഹീമിനെ അനുകൂലിക്കുന്ന വാദങ്ങൾ: ഇംഗ്ലീഷ് പരിജ്ഞാനം ഭരണയോഗ്യതയുടെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് എംപിയുടെ യഥാർത്ഥ ചുമതല. ഭാഷയെ ആധാരമാക്കി ട്രോൾ ചെയ്യുന്നത് സാധാരണക്കാരെയും അവരുടെ പ്രതിനിധികളെയും അപമാനിക്കുന്നതാണ്. ഇംഗ്ലീഷ് അറിയില്ലെന്നത് ജനാധിപത്യ തടസ്സമല്ല, പക്ഷേ ഭാഷാ പരിചയം ഇല്ലാതിരുന്നിട്ടും പഠിച്ച് സംസാരിക്കണമെന്ന ആ പാഠം റഹീം പഠിക്കുമോ? ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോടതി 24/7 എയർ ട്രയൽ തുടരും. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. യഹലങ്ക ഒഴിപ്പിക്കലിൽ വെട്ടിലായത് എ റഹീം എംപി. കർണാടകത്തിലെ യഹലങ്കയിൽ സർക്കാർ കുടിയൊഴിപ്പിക്കൽ നടത്തിയതിന് എതിരെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ എ റഹീം എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയത്. അവിടെ വെച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ എ റഹീമിന്റെ ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്തത് അത് വലിയ കളിയാക്കലിന് കാരണമായിരുന്നു. ആ ബൈറ്റിലേക്ക് പോകാം. എ റഹീം അവിടെ കർണാടകത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ. Can you the government of Karnataka make a audit in Karnataka city regarding how many of them? So the government. So because why did here? Why only the pure? Why only the pure? Why only the pure? So you have courage, the Siddaramaiah, to go bulldozer Raj. ഇത് വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾക്ക് കാരണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതേപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികൾ എ റഹീമിനെതിരെ ഇത് ആയുധമാക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയാണ് രാജ്യസഭയിൽ മുൻപ് റഹീം നടത്തിയ ചില പ്രസംഗങ്ങളും അതിൽ ഇംഗ്ലീഷ് ഭാഷ വശമില്ലാതിരുന്നിട്ടും ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് റഹീം പരിഹാസ്യനായി തുടങ്ങിയ ട്രോളുകളും പ്രചരിച്ചു വന്നിരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ കർണാടകത്തിലെ യഹലങ്കയിലെ ഈ സംഭവം കൂടി വന്നത്. യഹലങ്കയിലെ യഥാർത്ഥ പ്രശ്നത്തിൽ ഇടപെട്ടത് ഡിവൈഎഫ്ഐയെ പോലെയുള്ള സംഘടനകളായിരുന്നു എന്ന് എ റഹീം ഇതേക്കുറിച്ച് പറയുകയാണ്. CPMന്റെ ഇടപെടൽ ഉണ്ടായി. അതേസമയം തന്നെ കളിയാക്കുന്നവർ ഈ വിഷയം ഉന്നയിക്കുവാൻ പോലും തയ്യാറായിരുന്നില്ല എന്നും എ റഹീം പറയുന്നു. ഭാഷാ പരിമിതി തനിക്കുണ്ട്, പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിന് ഇംഗ്ലീഷ് വശമില്ലാത്തത് തടസ്സമല്ല എന്നാണ് റഹീം ഇന്ന് പറഞ്ഞത്. തുടർച്ചയായിട്ടുള്ള കളിയാക്കലുകൾക്ക് റഹീമിന്റെ പ്രതികരണം കേൾക്കാം. എനിക്ക് ഭാഷാപരമായി പരിമിതികളുള്ള ആളാണ് ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ്. അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ്. എൻ്റെ ഭാഷയുടെ പരിമിതി എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധവുമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. ഈ വാർത്ത അറിഞ്ഞുടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എൻ്റെ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാൻ മാത്രമേ എനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ആ പരിമിതി മനസ്സിലാക്കണം. ഞാൻ ചെന്നപ്പോൾ ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല. ശ്രീ CK ഷാക്കിർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ പ്രൈം ഡിബേറ്റിൽ ചേരുന്നു. ആദ്യം ശ്രീ CK ഷാക്കിർ, നിങ്ങളും പോയതാണ് യഹലങ്കയിൽ. പക്ഷേ റഹീമിന്റെ ഡിവൈഎഫ്ഐ സംഘടന അവർ ആദ്യം എത്തുകയും ഈ പ്രശ്നം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ റഹീമിന് ഇങ്ങനെ ട്രോളുകൾ ഏറ്റുവാങ്ങുവാനായിരുന്നുവല്ലോ വിധി. അത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്.
അല്ല, ഒന്ന് ഈ വിഷയത്തിൽ വ്യക്തിപരമായി ഒരാളെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയെ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കാൻ നമ്മൾ ഉദ്ദേശിക്കണില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ യലഹങ്ക വിഷയത്തിൽ ആദ്യം അവിടെ പ്രതിഷേധം അറിയിക്കുന്നത് യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും, ഞാൻ ഇന്നലെ ഈ നേരത്തൊക്കെ ബാംഗ്ലൂരിലായിരുന്നു. ഇന്നലെ ഞങ്ങൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടു, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാറിനെ കണ്ടു. സിദ്ധരാമയ്യ ഞങ്ങളെ കൂടെ അവിടുത്തെ മൈനോറിറ്റി മന്ത്രി സമീർ അഹമ്മദ് ഖാനെ ഈ സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുടിയിറക്കപ്പെട്ട ആളുകളുടെ പരിസരത്തേക്ക് വരുമ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ളത് കല്ലേറ്, കൂക്കുവിളിയൊക്കെയാണ്. ഇന്നലെ സമീർ അഹമ്മദ് ഖാനെ അവർ സ്വീകരിക്കുന്ന വിഷ്വൽസ് നിങ്ങൾ കണ്ടു കാണും. പൂക്കളും മറ്റും എറിഞ്ഞ് അവർ സ്വീകരിക്കുന്നു. അതായത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തെറ്റായി രാഷ്ട്രീയ താല്പര്യത്തിൽ പുറം ലോകത്തേക്ക് പ്രചരിപ്പിച്ച് അത് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കുഴിയിൽ പോയി റഹീം വീണു എന്നുള്ളതാണ്. റഹീം മാത്രമല്ല, KT ജലീലും വീണു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളിപ്പോൾ ISRO അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ബഹിരാകാശത്തേക്ക് കോടികൾ മുടക്കി ആളെ പറഞ്ഞേക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട റഹീം ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങാൻ സമയം കിട്ടണില്ല. ഒരു ഉറുപ്പ്യ മുടക്കില്ലാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരങ്ങൾ കൊണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഭാഷാപരമായ പ്രാവീണ്യത്തിൻ്റെ കുറവല്ല, മറിച്ച് അദ്ദേഹം ഇടപെടുന്ന വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ അമിതമായ രാഷ്ട്രീയ താല്പര്യവും അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവുമാണ്. നേരത്തെ മഞ്ജു സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ബഹിരാകാശത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന റഹീം അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് പോവുകയാണ്. അത് ഏതെങ്കിലും മനുഷ്യന്മാർ ആശയവിനിമയത്തിൻ്റെ ഭാഷ, അത് സംസാരിക്കാൻ കഴിയാത്ത ആളുകളും ആശയവിനിമയം നടത്തുന്നുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം KT ജലീൽ വന്നല്ലോ. KT ജലീൽ വന്നപ്പോഴും ഞങ്ങൾ റഹീം അവിടെ പോയതും KT ജലീൽ പോയതും അല്ലെങ്കിൽ അതിനുശേഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ വേലകളുമൊക്കെ അതിനെയാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നത്. കാരണം ഷാക്കിർ പറയുന്നത് റഹീമിന്റെ പ്രശ്നമെന്നാണല്ലോ. റഹീം ആ വിഷയം പഠിക്കാത്തതാണോ? റഹീമിന് ഇങ്ങനെ അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നു? ഈ വിഷയം മാത്രമല്ല, അല്ല ഞാൻ പറഞ്ഞല്ലോ, റഹീമിന് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് മിനിമം ഉണ്ടാകേണ്ട ചില ക്വാളിറ്റികളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ വിരോധത്തിൽ BJP ഇന്ത്യ രാജ്യത്ത് നിരവധി ബുൾഡോസർ രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ 2017 ശേഷം ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ നമ്മളെ ഹരിയാനയിലെ നൂഹിലുണ്ടായിട്ടുള്ള, അതുപോലെ തന്നെ ഡൽഹിയിലുണ്ടായിട്ടുള്ള നമ്മളെ വക്കീൽ ഹസൻ്റെ, അതുപോലെ മെഹ്റോളിയിലെ അഹുഞ്ച് മസ്ജിദിൻ്റെ, അതുപോലെ ആസാമിലെ, ഈ ഉത്തർപ്രദേശിൽ ഇപ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ട്, ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയല്ലോ ഇവർ. ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ആശംസ ആരാണ്? ഈ ബുൾഡോസർ രാജിന്റെ ബുൾഡോസർ ബാബയായിട്ടുള്ള യോഗിയുടെ താങ്കൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ റഹീമും പോയിട്ടുണ്ട്. റഹീമും പോയിട്ടുണ്ട്. അല്ല, പോയിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കാണ്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന ന്യൂഹിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. കോൺഗ്രസ് ഗവൺമെന്റ് അല്ല ഞാൻ തരാം, ഞാൻ പറയാം. അവർ പോയ സ്ഥലം കൃത്യമായി എന്റെ ഡാറ്റ ഉണ്ട്. അവർ പോയ സ്ഥലം, ഞങ്ങൾ പോയ സ്ഥലവും ഞാൻ പറയാം. ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ഞങ്ങൾ പോയതാണ്, ഞങ്ങൾ നേതാക്കന്മാർ പോയതാണ്. പിന്നെ ഇവർ പോയ സ്ഥലം പറയട്ടെ, ഇവരെന്ത് ചെയ്തു എന്ന് പറയട്ടെ. ഇവർ ഇന്നലെ പറഞ്ഞല്ലോ, MLA ബോർഡ് വെച്ചിട്ടാണ് നമ്മുടെ ജലീൽ പോയിട്ടുള്ളത്, MP-യുടെ പ്രിവിലേജുമായിട്ടാണ് റഹീം പോയിട്ടുള്ളത്. ഇവരെന്താ പോയിട്ട് ചെയ്തത്? അവിടെ പോയി ആ ഇരകളെ കണ്ട് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മാത്രവുമല്ല, അതിൻ്റെ വിഷ്വൽസ് എടുത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകൾക്ക് അയച്ചു കൊടുത്ത് അത് വരും തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ദയനീയ പരാജയത്തിൻ്റെ പടുകുഴിയിലിരിക്കുകയാണ് CPM. അതിൽ നിന്ന് രക്ഷപ്പെടാനും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടത് മറച്ചു പിടിക്കാനുള്ള ഒരു പാഴ്ശ്രമമായി ഇപ്പോൾ ഇവർ നടത്തിയത്. ഞങ്ങൾ ഇന്നലെ പോയിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഞങ്ങൾ വിഷയം മനസ്സിലാക്കി സർക്കാരിനെ സമീപിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്. അങ്ങനെ ഈ മൂലമ്പള്ളിയിലോ നന്ദിഗ്രാമിലോ സിംഗൂരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തും താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ഇറക്കി വിടാൻ പാടില്ല. അത് നമ്മുടെ പോളിസിയാണ്. എന്നാൽ അങ്ങനെ ഇറക്കി വിടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് നല്ല പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണം. മാത്രവുമല്ല, വളരെ വളരെ മാന്യമായ രീതിയിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവർ 27-ാം തീയതിയാണ് പിണറായി വിജയൻ പ്രസ്താവന നടത്തുന്നത്. ഇവരിന്നിപ്പോൾ വൈകുന്നേരം കണ്ടുപിടിച്ചിട്ടുള്ള ക്യാപ്സ്യൂൾ അതാണ്. 27-ാം തീയതി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയതിന് ശേഷമാണ് മറ്റുള്ളവരോട് ഇടപെട്ടതെന്ന്. 20-ാം തീയതിയാണ് സംഭവം നടക്കുന്നതിൻ്റെ ഓർമ്മ. 25-ാം തീയതി യൂത്ത് ലീഗും മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ആ വിഷയത്തിൽ ആ ഗവൺമെൻറ്റിനോട് കാര്യമായി
പ്രതിഷേധം അറിയിക്കുകയും വാർത്താ മാധ്യമങ്ങൾ, ഞാൻ അതിൻ്റെ കോപ്പി അന്ന് തന്നെ മഞ്ജുഷിന് അയച്ചു തന്നതായിട്ട് എൻ്റെ ഓർമ്മ, പാത്രങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി ഈ ഇരകളുടെ വിഷയം മനസ്സിലാക്കി നേരെ സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അവിടെ വെച്ച് വിശദമായി സംസാരിച്ചു. അവിടുത്തെ മൈനോറിറ്റി മന്ത്രി സമീർ അഹമ്മദ് ഖാനെ ഞങ്ങളെ കൂടെ ഈ സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അവർ പാക്കേജ് ഇന്ന് പ്രഖ്യാപിക്കാതിരിക്കുന്ന പാക്കേജ് എന്താണ് എന്ന് കൃത്യമായി ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളിപ്പോൾ പുറത്തുവിടാത്തത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി അത് പുറത്തുവിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ പിന്നെ അവർ നമുക്ക് കാണിച്ചു തന്ന വിഷ്വൽസും ഞങ്ങൾ കൂടെ എടുത്തുള്ള ഫോട്ടോസൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതായത് ആ ഗവൺമെൻറ് ഈ റഹീമോ ജലീലോ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു, ഇവരെങ്ങനെ പുനരധിവസിപ്പിക്കണമെന്നത്. ഇന്ന് ചില ചാനലുകൾക്ക് വാർത്ത പുറത്തു വിടുന്നുണ്ടല്ലോ, ഇത്ര ഫ്ലാറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയ 170-ൽ താഴെ കുടുംബങ്ങളെയാണ് കുടിയിറക്കിയിട്ടുള്ളത്. ആ മുഴുവൻ കുടുംബങ്ങൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം താമസിക്കാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് സിദ്ധരാമയ്യയും കോൺഗ്രസ് സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി കൂടിയുണ്ട്. ഇന്ത്യയിൽ ബുൾഡോസർ രാജ് BJP ഭരിക്കുന്ന സർക്കാരുകൾ നിരന്തരമായി നടത്തുകയാണ്. ആസാമിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും ബുൾഡോസർ രാജ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗത്തെ ആട്ടി ഇറക്കുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. യഹലങ്ക മാത്രമല്ല നമ്മുടെ ചർച്ചാ വിഷയം. റഹീമിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് കൂടിയാണ് ചർച്ചാ വിഷയം. അത് നിങ്ങളുടെ സഖ്യകക്ഷിയായ അല്ലല്ല ഈ പറയുന്ന ബുൾഡോസർ രാജ് BJP മാത്രമല്ല കോൺഗ്രസ് നടത്തുന്നുവെന്ന് നിങ്ങളുടെ ഇന്ത്യ സഖ്യകക്ഷി തന്നെയാണ് പറയുന്നത്, CPM തന്നെയാണ് പറയുന്നത്. അത് ഇന്ത്യയുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് DYFIയുടെ ദേശീയ പ്രസിഡന്റും സംഘവും അങ്ങോട്ട് പോയത് യഹലങ്കയിൽ. അപ്പോൾ അവിടെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ബുൾഡോസർ രാജ് ഉണ്ട്, അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ അല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അവിടെ ഒന്ന് കുടിയൊഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും സിദ്ധരാമയ്യയെ കാണുകയും ചെയ്തു. മുസ്ലിം ലീഗ് അങ്ങനെയാണ് സംഭവിച്ചത് കേട്ടോ, അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അവിടെ പാവം റഹീം വെട്ടിലായി പോയി, അത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ് അതായത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. അതായത് മുസ്ലിം വിഭാഗത്തല്ല അവിടെ കുടിയൊഴിപ്പിച്ചിട്ടുള്ളത്. അവിടെ 34 ഹൈന്ദവ കുടുംബമുണ്ട്, അതുപോലെ തന്നെ ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. ഇത് BJP ചെയ്യുന്നത് പോലെ ഏതെങ്കിലും വർഗീയമായി വംശീയമായി ആരെയെങ്കിലും ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയല്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് അവിടെയാണ്. ഈ ഇറക്കി വിടലിന് ഞങ്ങൾ എതിരാണ്. പക്ഷേ BJP ചെയ്തതുപോലെ ഏതെങ്കിലും മതവിഭാഗത്തെ അല്ല ഇവർ അങ്ങനെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല. ശ്രീ ഷാബു പ്രസാദ്, അവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിനെ ബുൾഡോസർ രാജ് എന്ന് CPM വിശേഷിപ്പിച്ചു. അവിടെ DYFIയുടെ ദേശീയ പ്രസിഡന്റ് എന്ന രീതിയിൽ AA റഹീം പോയി കർണാടകത്തിലെ യഹലങ്കയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം മോശമായതുകൊണ്ട് ഇപ്പോൾ ഷാക്കിർ പറഞ്ഞതുപോലെ ഏറിലായി പോയി റഹീം. അതല്ലാതെ യഥാർത്ഥ പ്രശ്നത്തിൽ ഇടപെടാതെ പോയിട്ടുണ്ടോ റഹീം അവിടെ? ശ്രീ റഹീം എന്ത് ചെയ്തു? അല്ല റഹീം എന്ത് ചെയ്തു? അതായത് ഇപ്പം അവിടെ ഒരു വലിയ കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ സാധ്യത മണത്ത് ഇവര് റഹീം പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി. ഇത് തങ്ങൾക്ക് പരിക്ക് പറ്റുന്ന കാര്യമാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് അവിടെ പോയി. പക്ഷെ അവിടെ ഒരു വിസിബിലിറ്റി കിട്ടിയത് റഹീമിനാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അക്കാര്യത്തിൽ ആ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം CPM-ഉം അദ്ദേഹം അത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിനെ പറ്റിയുള്ളത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഭാഷ എന്ന് പറയുന്നത് എല്ലാവരും ഈ മലവെള്ളം പോലെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചോണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. കാര്യം അൾട്ടിമേറ്റ്ലി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അന്യഭാഷയാണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും അതിൻ്റെ അകത്തൊന്നും അത്ര വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇവിടെ വേറൊരു വിഷയം അവിടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റഹീം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ MP ആണ്, CPM-ന്റെ സീനിയർ നേതാവാണ്. എത്രയോ കാലമായി അദ്ദേഹം അവിടെ MP ആയിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഭാഷ എന്ന് പറയുന്നത് ഒരു ടാലന്റ് ഒന്നും അല്ല മഞ്ജുഷേ, അതൊരു സ്കില്ല് മാത്രമാണ്. സൈക്കിൾ ചവിട്ടുന്ന പോലെയും ഡ്രൈവിംഗ് പോലെയും ആർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഭാഷ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത്രയും നാള് ഡൽഹിയിൽ കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിട്ടും
അദ്ദേഹത്തിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഷാ പരിജ്ഞാനം, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളം അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഒരു കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നിട്ടില്ല എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ, അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും MP ആണല്ലോ, നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചൊരു വിഷമമുണ്ട്. രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണത്, നമുക്കത് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാര്യം ആർക്കും അതിന് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പോലും ആവശ്യമില്ല ഒരു ഭാഷയിലുള്ള കാര്യം ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ആ ഒരു ഭാഷയിൽ പ്രാവീണ്യം വേണ്ട, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ K. കരുണാകരൻ, EK. നായനാര്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഔപചാരിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് VS അച്യുതാനന്ദൻ. പക്ഷെ അവർക്ക് നല്ല സുന്ദരമായിട്ട് ഈ ഇംഗ്ലീഷിലും വേണ്ടി വന്നാൽ ഹിന്ദി, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഒരു നന്നായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുമായിരുന്നു. ഡൽഹിയിലും എവിടെയും പോയി ദേശീയ തലത്തിലൊക്കെ. ആ ലെവലിലേക്കൊക്കെ ഇവിടെ കേരളത്തിൽ നിന്നുള്ള MP-മാരും ജനപ്രതിനിധികൾ വളരെ പുറകിലാണ്. അത് കേരളത്തിന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ ആ സാംസ്കാരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ പൈതൃകത്തിനൊക്കെ അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ റഹീമിനെ കൂടുതലായിട്ടും അല്ല, ഞാൻ BJP ഹാൻഡിലുകൾ ശ്രദ്ധിച്ചപ്പോൾ BJP ഹാൻഡിലുകൾ റഹീമിനെ കളിയാക്കുന്നതിന് പ്രധാന കാരണം റഹീം മുൻപ് നടത്തിയ പ്രസ്താവനകളാണ്. റഹീം വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പോലും അതിനെ കളിയാക്കലിന്റെ രീതിയിൽ അവതരിപ്പിക്കുന്നയാളാണ്. അതുകൊണ്ട് ഈ കളിയാക്കൽ റഹീം ഏറ്റുവാങ്ങണം, ഈ ട്രോൾ ഏറ്റുവാങ്ങണമെന്ന്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെ കാര്യം പറയുന്നു. വടക്കേ ഇന്ത്യയിൽ വിദ്യാഭ്യാസം കുറവായത്, ലിറ്ററസി കുറവായതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് CPM-ഉം അങ്ങനെയാണ്, റഹീമും അങ്ങനെയാണ്. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റഹീമിനെ കളിയാക്കുന്നത് ശ്രീ ഷാബു പ്രസാദ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതായത് ഉത്തരേന്ത്യയിൽ ഒരു കാക്ക ചത്താലും, ഒരു ലൈൻ കമ്പിയിൽ ഷോക്ക് അടിച്ചൊരു കാക്ക ചത്താൽ പോലും ഇവിടെ ഇവരെ പരിഹസിക്കാനും ട്രോളുകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ട്രോളുകളും അർഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു കാര്യം തന്നെയാണത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയെ ഞാൻ നമ്മുടെ പാർലമെന്റ് മലയാളത്തിൽ സംസാരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതാണോ വേണ്ടത് എന്നുള്ളത് ഇപ്പം ഒരുപക്ഷെ ഇപ്പൊ റെജി ലൂക്കോസ് ഇതിനെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് റെജി ലൂക്കോസ് പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിക്കാം, പക്ഷെ റഹീം അത് പലപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് അത് വഷളാക്കുന്നത് കാണാറുണ്ട്. അത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്, പരിഹസിക്കാൻ തോന്നാറില്ല റഹീമിനെ. എൻ്റെയും നല്ലൊരു സുഹൃത്താണ് റഹീം, അദ്ദേഹത്തെ പരിഹസിക്കാൻ ഒരിക്കലും തോന്നാറില്ല. പക്ഷെ അദ്ദേഹം അത് പഠിക്കേണ്ടതല്ലേ ഈ വീഴ്ചയിൽ നിന്ന്? ഇങ്ങനെ കളിയാക്കലുകൾ സ്വയം ഏറ്റുവാങ്ങുമ്പോഴുള്ള പ്രശ്നം, അത് മാത്രമല്ല ഉള്ളടക്കത്തിലും ആ ഒരു കൈയടക്കം വെക്കേണ്ടതല്ലേ ശ്രീ റെജി ലൂക്കോസ്? ഒരു 2 മാസം പോലും വേണ്ട. എന്നോടാ ചോദ്യം? അതെ അതെ റെജി, വളരെ വൈകിയാണ് എനിക്ക് ചോദ്യം. സാരമില്ല. ഈ ചർച്ചപ്പെടുന്ന 2 ബഹുമാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ, എനിക്ക് വളരെ ഇഷ്ടമുള്ളവർ രണ്ടുപേരും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ റഹീം എന്ന് പറഞ്ഞ MP എന്തിന്റെ പേരിലാണ് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തത്? ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കേവലം കിലോമീറ്റർ അപ്പുറമുള്ള 5 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന ഏതാണ്ട് 180ഓളം വരുന്ന കുടുംബങ്ങൾ, അതിൽ 76% മുസ്ലിം കുടുംബങ്ങളും ബാക്കിയുള്ള ഹരിജനങ്ങളും ഒരു ക്രിസ്ത്യൻ കുടുംബവും. അതിന്റെ ഡേറ്റ കംപ്ലീറ്റ് പുറത്തു വന്നത് കർണാടക സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി കഴിഞ്ഞു. അവരുടെ ഇനിയിപ്പോ ഇവരെന്തെല്ലാം പറഞ്ഞത്, അവരെ പുലർച്ചെ 4 മണിക്ക് അവിടെ വന്ന് വെളുപ്പിനെ 4 മണിക്ക് ബുൾഡോസറുമായിട്ട് വന്ന് ആ കുടുംബങ്ങളുടെ മുഴുവനും ഗർഭിണികളും കുഞ്ഞുങ്ങളും വൃദ്ധരും അടങ്ങുന്നവരെ ആ കൊടും തണുപ്പത്ത് നിരാലംബരായിക്കൊണ്ട് ഇത് മുഴുവൻ ബുൾഡോസറോട് ഇടിച്ചു നിരത്തി ഉത്തർപ്രദേശിൽ കാണുന്നവരുടെ തനിയാവർത്തനം. ഈ ബുൾഡോസർ രാജിനെതിരെ പ്രസംഗിക്കുകയും രാജ്യവ്യാപകമായിട്ട് പലതവണ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അവർ ഭരിക്കുന്ന കർണാടകയിൽ ഇതുപോലത്തെ ദുഷ്ടത്തരം ചെയ്തതിന്റെ ന്യായീകരണം എന്താണ്? അവർക്ക് നോട്ടീസ് കൊടുത്തു, അവർക്ക് കൃത്യമായിട്ട് ഇടപെടൽ നൽകി. ഇന്ത്യയിൽ അങ്ങനെ എവിടെയെല്ലാം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അഹമ്മദാബാദ് മുംബൈ എക്സ്പ്രസ് ഹൈവേ, ഡൽഹി എക്സ്പ്രസ് ഹൈവേക്ക് സ്ഥലം വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പലരും തടസ്സം നിന്നപ്പോൾ 1689 ദേവാലയങ്ങൾ അദ്ദേഹം ഇടിച്ചു നിരത്തി. ആ ചങ്കുറ്റം കാണിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദൈവവിരുദ്ധനായിട്ട് പറയാൻ പറ്റുമോ? വികസനത്തിന് വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. പക്ഷെ ഇവിടെ നടന്നത് എന്താ? സ്ക്വയർ ഫീറ്റിന് 10,000 രൂപ വിലയുള്ള എയർപോർട്ടിനടുത്തുള്ള ഈ 5 ഏക്കർ സ്ഥലം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി കർണാടക ഗവൺമെന്റ് ഈ പാവങ്ങളെ 2000 വരുന്ന മനുഷ്യരെ നിരാലംബരാക്കി തെരുവിറക്കി. കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയില്ല. അവരുടെ ജന്മാവകാശമായിട്ടുള്ള ഒരു ID മുഴുവൻ കവർന്നെടുത്തോണ്ട് പോയി. അതിനെതിരെ ഡിവൈഎഫ്ഐയുടെ ഈ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിലും 8ഓളം വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വം റഹീമിന്റെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് അവരെ ചേർത്തടച്ച് അവരുടെ ഭാഷയിൽ, അത് ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഭാഷയ്ക്കൊരു പ്രത്യേക ലിപിയൊന്നുമില്ല. ഏത് രാജ്യത്ത് പോയാലും
നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു മനുഷ്യന്റെ ഭാഷയുണ്ട്. ഞാനൊക്കെ നിരവധി രാജ്യങ്ങളിൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 2 വർഷങ്ങൾക്കും എത്യോപ്യയിലെ എത്യോപ്യ ഉള്ളതയുടെ ഗ്രാമപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യര് അവരുടെ ഭാഷ എന്നാ നമുക്കറിയത്തില്ല. ആ ഭാഷയെ ഞങ്ങൾ സമ്പാദിക്കാറുണ്ട്, സ്നേഹത്തോടു കൂടി സമ്പാദിക്കും. ഞാൻ അതൊക്കെ മംഗളപത്രത്തിൽ എഴുതി എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് മാത്രം ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ 6 രാജ്യങ്ങളിലെ ഔദ്യോഗികമായിട്ട് ഇംഗ്ലീഷ് ഭാഷയുള്ളൂ. 6 രാജ്യങ്ങള്. ഈ 196 അംഗങ്ങൾ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയിൽ 6 രാജ്യങ്ങളിലെ ഇതുള്ളൂ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗികമായിട്ടുള്ളൂ. നിങ്ങൾ ജർമ്മനിലോ ഫ്രാൻസിലോ സ്പെയിനിലോ എവിടെയും പോകും, ഓസ്ട്രേലിയ പോകും. ഓസ്ട്രേലിയക്ക് പിന്നെ കുറച്ച് അഡ്വാൻസ് ആയതുകൊണ്ട് മാതൃഭാഷ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കും, കൂടുതൽ അവർ ജർമ്മനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ജർമ്മനിൽ സംസാരിക്കുന്ന ഒറ്റ ജർമ്മൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ജർമ്മനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ലോക നേതാവ് ഇംഗ്ലീഷ് അറിയത്തില്ല. അതേസമയം ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ജപ്പാനിലെയും പ്രധാനമന്ത്രിമാർ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുള്ളൂ. എങ്ങോട്ടും പോകണ്ട. നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കൂ. നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി ലോക നേതാക്കളോട് സംവാദിക്കുന്നത്, അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നത്, ഞാൻ ആ വാക്ക് അന്തസ്സായിട്ട് ഉപയോഗിക്കുക, തങ്ങളുടെ രാജ്യത്തിന്റെ മാതൃഭാഷ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ കാണുന്നൊക്കെ ട്രാൻസ്ലേറ്ററോട് പറയുന്ന അദ്ദേഹത്തിനെ ആ രീതിയിൽ നമ്മൾ ആരെങ്കിലും മോശക്കാരാക്കുവോ? ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ 6 മാസക്കാരെ അദ്ദേഹം ഭരിച്ചോളൂ. ഭൂരിപക്ഷം കിട്ടാത്തതിൽ രാജിവെച്ചുപോയി. മാൽദ്വീപ്സിൽ നടന്ന ഒരു ലോക സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഹിന്ദിയിൽ ലോകത്തിന്റെ തലവന്മാരോടൊപ്പം പോയി ഹിന്ദിയിൽ സംസാരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനൊരു ഭാഷയാണ്. അതിനെ റഹീമിനെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും റഹീമിനെ തുടർച്ചയായിട്ട് ആക്ഷേപം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവനായി മാറുന്നു. ഇപ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമയത്ത് ഇതേ രീതിയിൽ തന്നെയാണ്. അതിന്റെ ചൂട് ആറിയിട്ടില്ല, അതിന്റെ ചൂട് കെട്ടടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇതാ വരുന്നു എഹലങ്കയിലും. അതെന്തുകൊണ്ട് അത് റഹീമിന് പറ്റുന്ന വീഴ്ചയല്ലേ? റഹീമിന് പറ്റുന്ന വീഴ്ചയാണോ? കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് മാത്രം അതിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ ഷാക്കിനെ ഓർത്ത് ഇനി ഞാൻ സഹതപിക്കുക. മനുഷ്യന്റെ വേദനകളും ദുഃഖങ്ങളും കേരളത്തിലും ഈ പറഞ്ഞ യുപിയിലും കർണാടകയിലും ഒന്നു തന്നെയാണ്. ഷാക്കിറെ, നിങ്ങൾ അതിനെ ന്യായീകരിച്ച് അങ്ങേയറ്റം ആക്ഷേപകരമായി പോയി. ജാതിമതൊന്നും നിങ്ങൾ പറയണ്ട. നാളെ നേരം വെളുക്കുമെന്ന് പുലർച്ചെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട് ഇടിച്ചു നിരത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹിതം തണുപ്പത്തേക്ക് തള്ളിവിട്ടാൽ ഷാക്കിറിന് വേദനിക്കുവോ? അവന്റെ അടുത്ത് പോയി അവരെ ചേർത്ത് പിടിക്കുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എന്ത് മനുഷ്യത്വമാണ്, എന്ത് മനുഷ്യത്വമാണ്? ഇനി ആ വീഡിയോയിലേക്ക് വരാം. ആ വീഡിയോയിൽ അദ്ദേഹം പതറുന്നുണ്ട്. ആദ്യം സ്വാഭാവികമാണ്. 1 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം നല്ല ഇംഗ്ലീഷിൽ പതർച്ച കഴിഞ്ഞപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ. ഇനി കേരളത്തിൽ നിന്ന് 18 UDF എംപിമാർ പോയിട്ടില്ലേ ഡൽഹിയിൽ? എത്ര പേര് മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും? അതുകൊണ്ടാണ് ദുഃഖിതരാണ്, മൗനികളായി പാർലമെന്റിൽ ഉറങ്ങുന്ന മാത്രം അവരുടെ 3-4 എംപിമാരേ ഉള്ളൂ. ഞാൻ ഒരാളുടെ കാര്യം എടുത്തു പറയാം. രാഷ്ട്രീയപരമായി എതിർക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു മെമ്പറാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. വേറെ എത്ര പേര് പറയും? ധൈര്യത്തോടുകൂടി എഴുന്നേറ്റെന്ന് പറയത്തില്ല. മറ്റൊരു കാര്യമുണ്ട്. മികച്ച പാർലമെന്റേറിയനാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചായ സൽക്കാരത്തിനിടെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവിടെ ഈ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുമ്പോൾ അത് മറ്റൊരു രീതിയിൽ ആയുധമാക്കുകയാണ് ചെയ്തത് CPM. അദ്ദേഹത്തിന്റെ മികച്ച പാർലമെന്ററി മികവിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ട്രോൾ ഏറ്റുവാങ്ങാനുള്ള കാരണമായി മാറും. കാരണം അങ്ങോട്ട് കളിയാക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കളിയാക്കും. അതാണൊരു പ്രശ്നം. ശ്രീ റെജി ലൂക്കോസ്, അവിടെ ഒരു പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നില്ല. അതിനകത്തൊരു വിഷയമുണ്ട്. NK പ്രേമചന്ദ്രന്റെ ഇംഗ്ലീഷ് ഭാഷയെ ആരും കളിയാക്കിയിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നന്നായിട്ട് സംസാരിക്കും. അദ്ദേഹം അത് ആർജിച്ചെടുത്തതാണ്. മികച്ച പാർലമെന്റേറിയനായി അദ്ദേഹം വളർന്നു വന്നതാണ്. അതാണ് ഇവിടെ ഷാബു പറഞ്ഞതും. ഇദ്ദേഹം ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഡൽഹിയിലാണ്. അത് MP എന്ന രീതിയിൽ തന്നെയല്ല, ദേശീയ നേതാവ് എന്ന രീതിയിലാണ് DYFയുടെ. അപ്പോഴും അത് പഠിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നാണ്. അതും ഈ ട്രോൾ വരാൻ കാരണമാകുന്നു എന്നാണ്. അങ്ങനെയുണ്ട് കേട്ടോ. മറിച്ച് എതിർവശം നിങ്ങൾ പ്രേമചന്ദ്രനെ കളിയാക്കുന്നു. മോദിയുമായിട്ട് സൗഹൃദമാണ്, BJPയുമായി രഹസ്യ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി മികവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുമില്ല. അതിനൊരു വണ്ടർഫുൾ ഉദാഹരണം പറയാം. എന്റെ തന്നെ ഉദാഹരണം പറയാം. 2013 ഡിസംബർ എൻഡിൽ ഈ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രവാസ് ഭാരതീയ പരിപാടിയുടെ ഡെലിഗേറ്റ് ആയിരുന്നു ഞാൻ. അന്ന് സത്യം പറഞ്ഞാൽ എന്റെ കഴിവുണ്ടോ അല്ലേ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ മോദിജിയുടെ VIP റൂമിൽ അന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ റൂമിൽ പോയി ഞാൻ അദ്ദേഹവുമായിട്ട് സംവാദിച്ചു. അതൊരു ഇന്റർവ്യൂയിലേക്ക് മാറി. എനിക്ക് ഹിന്ദി അറിയത്തില്ല, സത്യം പറയാം, മനസ്സിലാവുന്ന മാത്രമേ. ഞാൻ അദ്ദേഹത്തിനോട് ആദ്യം ചോദിച്ചു, സർ ക്യാൻ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? നോ പ്രോബ്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് 26 മിനിറ്റ് സംവാദിച്ചു. അത് വലിയ വാർത്തയായിരുന്നത്. അദ്ദേഹമായിട്ട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്നത് പലരും കളിയാക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച എനിക്ക് ഹിന്ദി അറിയത്തില്ല.
ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 26 മിനിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ചെയ്ത ആ സമയം മുഴുവൻ എന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇംഗ്ലീഷ് തന്നെ മറുപടി പറഞ്ഞു. ഞാൻ കേരളത്തിൽ നിന്ന് വരുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില സ്ഥലങ്ങളെ കുറിച്ച് കൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ എതിരാണ്, ഞാൻ അദ്ദേഹത്തിന് എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇവിടെ ഇരുന്ന് പലരും ട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവരൊക്കെ എത്ര മണ്ടന്മാരാന്നുള്ളവരും, എത്ര വിഡ്ഢികളാണ് ഇവര്. ഒരു മനുഷ്യന്റെ ഹിന്ദിയല്ല മനുഷ്യനുമായിട്ട് സംവാദിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ ബാംഗ്ലൂർ ആ കുടിയൊഴിച്ച സ്ഥലത്ത് റഹീം ചെന്ന് ഇടപെട്ടപ്പോഴാണല്ലോ ഇത് മുഴുവൻ ചർച്ച ചെയ്തത്. ഈ ലീഗാരോടെ പോയി ഈ പാവങ്ങളെ ഇറക്കി വിട്ടതിന് പിന്തുണ കൊടുക്കുകയല്ലേ ചെയ്തേ? ഇവര് മനുഷ്യനാണോ ഇവര്? പിന്നെ എങ്ങനെ ഇവർക്ക് യുപിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ ഇവർക്ക് എതിർക്കാൻ പറ്റും? ഇവിടെ ഹരിയാന പോയിട്ടില്ല എന്ന് പറഞ്ഞു റഹീം. റഹീം പോയി, അവരുമായിട്ട് സംവാദിച്ചു, അത് വാർത്തയുണ്ടായിരുന്നു, അദ്ദേഹം ഇന്നത് പറയുകയും ചെയ്തു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കോൺഗ്രസിന്റെ ഘടകകക്ഷി ആയതുകൊണ്ട് മനുഷ്യനുമായിട്ട് ചേർത്ത് പിടിക്കുന്നതിനെ അധിക്ഷേപിക്കുന്നത് സംസ്കാര ശൂന്യതയും മനുഷ്യത്വമാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ശരി ഷാക്കിർ, ഈ എയറിലാണ് റഹീം എന്നൊക്കെ പറയുന്നത് അധിക്ഷേപമാണെന്നാണ്. ഈ മുഴുവൻ സമയവും അദ്ദേഹം എയറിലാണെന്ന് താങ്കൾ ഒരു പരാമർശം നടത്തിയല്ലോ. എയറിലല്ല, കുറച്ചുകൂടി അപ്പുറത്താണ്, ബഹിരാകാശത്താണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള പരിഹാസത്തിന് നമ്മളില്ല. പക്ഷെ റെജി പറഞ്ഞ ചില സംഗതികൾ പ്രിയപ്പെട്ട റെജിയോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പറഞ്ഞ ഹരിയാന നൂഹിൽ നിങ്ങളുടെ സംഘം പോയി എവിടെ എത്തി എന്ന് നോക്കുക. ഞാനിത് ചർച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ചിത്രം തരാം. ഞങ്ങൾ പോയി, ഞാൻ ഉൾപ്പെടെയില്ലേ, യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കന്മാർ പോയി നൂഹിലെ ഇരകളെ നേരിട്ട് കണ്ട് നിങ്ങളുടെ ആളുകളുടെ പോലീസ് തടഞ്ഞ് തിരിച്ചു പോന്നു. പ്രധാന കോൺഗ്രസ് നേതാക്കളൊക്കെ തടഞ്ഞു അവർ തിരിച്ചു പോന്ന. ഞങ്ങൾ അതേ ദിവസം ഇരകളെ കണ്ടു, അവർ സമാശ്വാസം നൽകി. ഞാൻ പറയാതെ പറയല്ലേ, അതല്ല ഞാൻ പറയേണ്ടതല്ല. ഞങ്ങൾ ഈ പറയപ്പെട്ട അല്ല റെജു, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ ഈ പോയ 16-17 സംസ്ഥാനങ്ങളിൽ ഈ ഡിവൈഎഫ്ഐയുടെ CPM-ന്റെ ആളുകൾ പോയിട്ടില്ല. നിങ്ങൾ 2-3 സ്ഥലങ്ങളിൽ കപ്പലിൽ പോയി വന്ന പോലെ നിങ്ങൾ നോക്ക്. ബാംഗ്ലൂരിൽ പോയി നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ നോക്ക്. അല്ല ഒരു മിനിറ്റ് മഞ്ജുഷ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇപ്പൊ റെജി പറഞ്ഞില്ലേ മുസ്ലിം ലീഗ് റഹീമും ജലീലും പോയിട്ടാണല്ലോ ഈ വിഷയം ഇങ്ങനെ ലൈവാക്കി. നിങ്ങൾ ദയവ് ചെയ്ത് ദേശാഭിമാനി കൈരളി മാറ്റിപ്പിടിക്ക്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ പോയതും ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്തു, റഹീം പോയിട്ട് എന്ത് ചെയ്തു, ജലീൽ പോയിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ ഇന്നലെ ഇവർ പോയ ദിവസം ഞങ്ങൾ അവിടെ ഉണ്ട്. അല്ല കേൾക്ക് അല്ല സംസാരിക്കുന്ന സമയത്ത് പ്ലീസ് നിങ്ങൾ കേൾക്ക്. നിങ്ങൾ ഞാൻ പറയട്ടെ മഞ്ജുഷ പ്ലീസ്. റഹീം ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. അല്ല, ഈ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുവാനായിട്ട് നേരെ മാത്രമാണല്ലോ നിങ്ങൾ ഈ ബുൾഡോസർ രാജ് കൊണ്ടുവരികയുള്ളൂ. അവിടെ മറ്റുള്ളവർക്ക് നേരെ എന്തുകൊണ്ട്? ഈ ആളുകൾക്കെതിരെ മാത്രമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് മറ്റു ചില ആളുകൾ കൂടി. സിദ്ധരാമയ്യ സർക്കാർ ഈ രീതിയിലുള്ള നടത്തുന്നില്ല എന്നുള്ള കാര്യവും റഹീം ചോദിച്ചിരുന്നു. അതായത് എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത് അദ്ദേഹം ഈ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് കുറച്ച് അറിവേ ഉള്ളൂ എങ്കിൽ പോലും അദ്ദേഹം അതിനിടയിൽ പറഞ്ഞു ഒപ്പിച്ചിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു മിനിറ്റ് റെജി പറയട്ടെ, ഒറ്റ മിനിറ്റ്. റഹീമും ജലീലും പോയിട്ട് എന്താ അവിടെ ചെയ്തത് മഞ്ജുഷേ? ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘമായി ഞങ്ങൾ പോയിട്ട് ചെയ്തത് എന്താണെന്നറിയോ? ആ പ്രശ്നം മനസ്സിലാക്കി ആ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ വളരെ നല്ല പാക്കേജ് അനുവദിച്ച് പുനരധിവസിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിലെ CK സുബൈർ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഇന്നലെ പോയി കണ്ടു. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാനൊക്കെ ഏറ്റവും ബഹുമാനപ്പെട്ട റെസ്പെക്ട് ചെയ്യുന്ന ഒരു മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഞാൻ ഇന്ന് വരെ മോശമായിട്ട് സംസാരിച്ചില്ല. അദ്ദേഹം അതിനെ ന്യായീകരിച്ചു, അദ്ദേഹത്തിന്റെ ഗതികേട് UDF-നുണ്ട്. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എതിർത്തു. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്താവോ? അദ്ദേഹം എതിർത്താൻ സംസാരിച്ചത് തെറ്റായി പോയെന്ന് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ചോദ്യം കഴിഞ്ഞോ? പറഞ്ഞോളൂ, എത്ര സമയം വേണമെങ്കിലും പറഞ്ഞു. ചോദ്യം കഴിഞ്ഞോ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഒന്നുകൂടെ കേട്ടാൽ മതി. അതേ സ്റ്റാൻഡ് തന്നെയാണ് എല്ലാവരും. അതായത് ഇത് വർഗീയമായി വിദ്വേഷ പ്രചരണം നടത്താൻ വേണ്ടി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി CPM ശ്രമിച്ചപ്പോ അതേ യോഗി ആദിത്യനാഥും ഒരു മിനിറ്റ് പറയട്ടെ മഞ്ജുഷ, പറയാൻ സമയത്ത് പ്ലീസ്. യോഗി ആദിത്യനാഥും അമിത്ഷായും നടത്തിയതുപോലെയുള്ളതല്ല. അവിടെ ജാതി മതം പറഞ്ഞത് എന്തിനാണെന്നറിയോ? അവിടെ 34 ഹൈന്ദവ 167 കുടുംബങ്ങൾ ആകെയുള്ളത്. ആ 167 കുടുംബങ്ങൾക്ക് 180 കുടുംബത്തിന് ഇന്ന് താമസ സൗകര്യം ഒരുക്കുമെന്ന് ഗവൺമെന്റ് പറയുകയാണ്. നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ നോക്കിക്കോ. 2008 റെജി, പ്രിയപ്പെട്ട റെജി നിങ്ങൾ കേട്ടോ, 2008 മൂലമ്പള്ളിയിൽ 316 ആളുകളെ അച്യുതാനന്ദന്റെ സർക്കാർ ഇറക്കി ഓടിച്ചു വിട്ടിട്ടില്ലേ?
ഇപ്പൊ 2025 അവരുടെ അവസ്ഥ എന്താണ്? ഞങ്ങൾ എല്ലാ കാലവും ഇരകൾക്കൊപ്പമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ആസാമിൽ ഡിവൈഎഫ് ഉണ്ടായിരുന്നോ? യോഗി ആദിത്യനാഥിന്റെ ഇപ്പോ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയതിന് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയതിന്, റജി പ്ലീസ്, മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് എഴുതിയതിന് ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ യോഗി ആദിത്യനാഥ് സർക്കാർ കേസെടുത്ത് അവരുടെ വീടുകളില്ലാതെയാക്കിയത്. അല്ല ഷാക്കിർ, അതിന്റെ വിഷയം എന്ന് പറയുന്നത് ബുൾഡോസർ കൊണ്ടുവന്ന് ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് പിന്നെ അവർക്ക് പാക്കേജ് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഈ വിഷയം ഉന്നയിക്കാൻ അവിടെ എത്തിയ എ റഹീമിനെ ഇംഗ്ലീഷ് അപഹസിക്കുന്നു. അതാണ് അല്ല, രണ്ടും ശരിയല്ല. മഞ്ജുഷ പറയും രണ്ടും ശരിയല്ല. അതായത് ഒന്ന്, ഞങ്ങൾ റഹീമിനെ അപഹസിക്കുന്നില്ല. ഞങ്ങൾ ഈ LDFന്റെയും CPMന്റെയും ഈ റജിയെ പോലെയുള്ള ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്നു, സഹതപിക്കുന്നു. കാരണം ആളുകൾ കാണുന്നുണ്ട്. ഞങ്ങൾ പോയി സർക്കാരിനെ കാണുന്നു. കലക്ടർ എന്തുകൊണ്ടാണ് കാണാൻ കാരണം? ഈ ആളുകളെ കുടിയൊഴിപ്പിച്ചതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മളറിയോ മഞ്ജുഷേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് പോയത്? ഞങ്ങൾ എന്തുകൊണ്ടാണ് പോയത്? ആ 167 കുടുംബങ്ങളെ ഇറക്കി വിട്ടത് ശരിയായില്ല. ആ കുടിയൊഴിപ്പുകൾ ശരിയായില്ല. അതിന് പരിഹാരം ഉണ്ടാക്കണം. അന്ന് AIKMCCയുടെ നേതൃത്വത്തിൽ അവർക്ക് ആവശ്യമായി ഇപ്പോഴും ഞാൻ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മഞ്ജുഷേ, റഹീമും ജലീലും ഫോട്ടോഷൂട്ട് നടത്തി പോന്നു. ഞങ്ങൾ അതല്ല ചെയ്തത്. അന്ന് മുതൽ AIKMCC അവർക്ക് വേണ്ട വെള്ളം, ഭക്ഷണം, എല്ലാ സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന്, സൗജന്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, സർക്കാരിനെ കൊണ്ട് ബദലായി അവർക്ക് വളരെ സുരക്ഷിതത്തോടുകൂടി താമസിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തെന്ന് പറയുന്നു. കേൾക്ക്, ഇത് ചെയ്ത മുസ്ലിം ലീഗോ അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തി തിരിച്ചു വന്ന് നാണക്കേടിലായിട്ടുള്ള റഹീമും ജലീലിനെയുമാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ നോക്ക്, ഇപ്പോ ഇവര് തൊടുന്നത് മുഴുവൻ അബദ്ധമാവുകയാണ്. അല്ല റജി, ഈ CPM ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടത് മറച്ചു വെക്കാൻ ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി, ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുവാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന്, അവിടെ സന്ദർശിച്ച ആളുകളുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ അങ്ങനെ ഈ റഹീമും CPMും ജലീലും അതിനാ ശ്രമിച്ചത്. അത് തകർന്നു പോയി. ഇവരെന്താ പറയുക, വർഗീയ എന്നും BJPക്ക് അനുകൂലമായി എന്താ പറയുക, വർഗീയതയ്ക്ക് വിത്ത് പാകിയവരാണ് CPMകാര്. അത് കർണാടകയിൽ ഇപ്പൊ കർണാടക CPM പറഞ്ഞല്ലോ ഇവരോട് മുണ്ടുമാറ്റി പോകാൻ പറഞ്ഞല്ലോ അവിടുന്ന്, അവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത്. അതിന്റെ അങ്ങനെ റിജി ശ്രദ്ധിച്ചോ? ശരിയാണോ? അങ്ങനെ ഉണ്ടായതാണോ? എന്താ സംശയം? സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിന് മറുപടി പറയൂ. അല്ല റജി, ഇവിടെ പ്രശ്നം തങ്ങൾ പോലും ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായപ്പെട്ടെന്നാണ്. അവിടെ റഹീമും സംഘവും ചെന്നത് അവിടുത്തെ CPM ഇഷ്ടപ്പെട്ടിട്ടില്ല. തങ്ങൾ പറഞ്ഞതാണ്. ആ തങ്ങളുടെ വാക്കുകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവർക്ക് പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. തണുപ്പത്ത് നിന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണെന്ന് ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയോ? റഹീമിനെയും അവിടുത്തെ ഇരകള് ആട്ടി ഓടിക്കുന്ന ആ ഇരകൾ രാഷ്ട്രീയ താല്പര്യത്തിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ഓടിക്കുന്ന വിശ്വസിച്ചുണ്ട്. മഞ്ജുഷ ഞാൻ അയച്ചുതരാം. KT ജലീലിനോട് ഇരകൾ ഇംഗ്ലീഷ് മാത്രമല്ല റഹീമിനെ അവിടുന്ന് ഓടിക്കുന്ന വിഷയമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. അല്ല റജി, അല്ല റജി റഹീമിനെ അവിടെ ഓടിക്കുന്ന വിഷയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഷാക്കിർ പറയുന്നുണ്ട് റഹീമിനെ അവിടെ ഓടിക്കുന്ന ദൃശ്യങ്ങളുണ്ടെന്ന്. പോയി പട്ടിഷോ കാണിച്ചു പോന്നു. ഞങ്ങൾ അവിടെ പോയി മുഖ്യമന്ത്രിയെ കണ്ടു, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ കണ്ടു, മൈനോറിറ്റി മിനിസ്റ്റർ ഞങ്ങളുടെ കൂടെ വന്നു. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കോൺഗ്രസ് ഗവൺമെന്റ്, ഈ സിദ്ധരാമയ്യ ഗവൺമെന്റിനെ കുറിച്ച് അറിയാം മഞ്ജുഷേ? ഈ പിണറായി വിജയൻ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് RSSകാർ ഓടിച്ചു വിട്ടപ്പോ മംഗലാപുരത്ത് പ്രസംഗിക്കാൻ പോലീസിനെ വെച്ച് സൗകര്യം ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാ സിദ്ധരാമയ്യ. 1, 2 കഴിഞ്ഞ ആഴ്ചയാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ക്രിമിനൽ കുറ്റത്തിൽ ഉൾപ്പെടുത്തി കടുത്ത ശിക്ഷ നിയമമാക്കിയ ഗവൺമെന്റാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ്.
റജി ലൂക്കോസ് നിങ്ങൾക്കറിയാം ഇവിടെ ശരി ശരി ഷാബു ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഡിവൈഎഫ്ഐ ശ്രമിച്ചു, CPM ശ്രമിച്ചു, അവിടെ ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുവാൻ ശ്രമിച്ചു CPM, അത് പൊളിഞ്ഞു. മറ്റിടത്ത് അപ്പുറത്തെ സൈഡിൽ മുസ്ലിം ലീഗ് ആകട്ടെ ഒരു രാഷ്ട്രീയ കോട്ടം ഉണ്ടാകാതിരിക്കാൻ അവിടെ സിദ്ധരാമയ്യ സർക്കാർ എന്തായാലും നടത്തിയത് നല്ല പ്രവൃത്തിയല്ല, അവിടെ ഒരു കുടിയൊഴിപ്പിക്കലാണ് നടത്തിയത് ഗ്രേറ്റർ ബാംഗ്ലൂരിന് വേണ്ടി. അപ്പോൾ ആ വിഷയം കാരണം ഒരു കോട്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ലീഗ് അവിടെ ഇടപെടുന്നു. ഇത് രണ്ടും സംഭവിച്ചു. അതിനിടയിൽ ഈ ഉയർന്നു വന്ന കാര്യം, അതിൽ ശ്രദ്ധിക്കപ്പെട്ടു പോയത് റഹീമിന്റെ ഈ വിഷയമാണ്. കേരളത്തിൽ ഇവിടെ റഹീമിന്റെ ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിലെ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ അതുകൊണ്ടുണ്ടായ പ്രശ്നം. പക്ഷേ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് തകർന്നടിയുന്ന കാഴ്ചയല്ലേ കണ്ട് ശ്രീ ഷാബു? അത് നിങ്ങൾ തിരുത്തണം. അല്ല, അതാണല്ലോ നടന്നത് അവിടെ. അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല. അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ അവരവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ നടത്തി. എന്നിട്ട് നിങ്ങൾ പോയി അവർക്ക് വീട് പറഞ്ഞു, അത് സിദ്ധരാമയ്യ അംഗീകരിച്ചു. ഇതൊക്കെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മുസ്ലിം ലീഗിന് കോട്ട പറ്റുകയാണെങ്കിൽ ബുൾഡോസർ രാജ് അവിടെ പോയിട്ടുണ്ട്. അല്ല, ബുൾഡോസർ രാജ് ആരാണ്? ആസാമിന് നിരന്തരം ബംഗളൂരുവിൽ ബുൾഡോസർ രാജ് ആരാണ്? കോൺഗ്രസ് സർക്കാരാണ്. അവിടെ നിന്ന് ആവശ്യമായ പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുത്ത് പ്രഖ്യാപിക്കുന്നു. അത്രേ ഉള്ളൂ. വിശ്വാസത്തിലെടുക്കാനായിട്ടില്ല ഷാബു. അങ്ങനെ പറയല്ലേ? BJP ആയാലും CPM ആയാലും ജനങ്ങളെ ഉപദ്രവിച്ചാൽ ഇരകൾക്കൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാകും. അതെല്ലാ കാലം ഉണ്ടായിട്ടുണ്ട്. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ ചെയ്തുകൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് മഞ്ജുഷേ, ഇപ്പൊ ഇവിടെയുള്ള ആ ഒരു എന്താണ് ന്യൂനപക്ഷ പ്രേമ കോമ്പറ്റീഷനില് ഇപ്പൊ ആരാണ് സ്കോർ ചെയ്തത് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. ഉള്ള കാര്യം അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ആ കോമ്പറ്റീഷനില് ഇപ്പോൾ ഗപ്പ് കിട്ടിയിരിക്കുന്നത് റഹീമിനും CPM-നും തന്നെയാണ്. അത് ഇനി എന്ത് ഷോ ആയാലും, പട്ട് ഷോ ആയാലും, പൂച്ച ഷോ ആയാലും, എന്ത് ഷോ ആയാലും ഈ ഇഷ്യൂവില് വിസിബിലിറ്റി കിട്ടിയതും സ്കോർ ചെയ്തതും, അതായത് ഇതിൻ്റെ അകത്ത് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, തങ്ങൾക്ക് അവരത് കൊണ്ടുപോയതിന്റെ ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഷാക്കിറും മുസ്ലിം ലീഗും ഈ കോൺഗ്രസും ഒക്കെ ഈ റഹീമിന്റെ ഇംഗ്ലീഷിനെ ഇങ്ങനെ പരിഹസിച്ച് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവര് ഉള്ള കാര്യം ഞാൻ പറയുകയാണ്, അവര് നല്ല കറക്റ്റ്, അതായത് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ കാര്യത്തില് അതിൻ്റെ അകത്ത് ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാന ഘടകമാണ്. കൃത്യസമയത്ത് വേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ കൃത്യമായ പഞ്ചോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ഇവിടെ CPM അത് മാനേജ് ചെയ്തു. അവർ പൊളിറ്റിക്കലി നല്ല ഒന്നാന്തരമായിട്ട് അത് മാനേജ് ചെയ്ത് അവർക്ക് ആ വിസിബിലിറ്റി കിട്ടി. ഇവരിപ്പോ ഈ ഷാക്കിർ ഇവിടെ കിടന്ന് ബഹളം വെക്കും, ഞങ്ങൾ ആസാമിൽ പോയി, ഞങ്ങൾ UP പോയി, ഞങ്ങൾ ഹരിയാനയിൽ പോയി, ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ലേ, ഞങ്ങൾ നിങ്ങൾ CPM ഒരു കൂട്ടാണല്ലോ പ്രിയപ്പെട്ട ഷാബു. നിങ്ങൾ CPM എത്ര ബഹളം വെച്ചാലും സംഗതി കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ഷാബു, വസ്തുതാപരമാണ്, കൃത്യമായ ഡാറ്റ സഹിതമാണ്, സഹിതമാണ്. 3 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ 3 മാസം ഇനിയുള്ള 3 മാസം തന്നെ ചെയ്യും. പ്രതിരോധിക്കാൻ പ്രയാസമാണ്. ആ രീതിയിൽ അതിന്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്, അതിന്റെ പൊളിറ്റിക്കൽ എഡ്ജ് CPM-ന് കിട്ടി. ഇവിടെ റഹീമിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒന്നും അവിടെ വലിയ വിഷയമല്ല. ജനങ്ങൾ കൊടുക്കില്ല. BJP അതായത് ഒരു കാരണവശാലും നിങ്ങളുടെ ബഹളം ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. ഷാബു പറയട്ടെ, നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പാണക്കാട് പോയി തീർക്ക്. അദ്ദേഹം വളരെ മാന്യമായി ഞാൻ പറഞ്ഞാൽ അത് ബഹളവുമാണ്. അതെങ്ങനെയാണ്? ഞാൻ വസ്തുതാപരമായി CPM-ന്റെ കൊള്ളരുതായ്മ പറയുമ്പോ ഇദ്ദേഹത്തിന് പൊള്ളുന്നത് എന്താണ്?
നിങ്ങൾക്ക് എന്തിനാ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിങ്ങളുടെ പരിഹാസ്യമായ മുഖം കണ്ട് ചിരിയാണ് വരുന്നത്. നിങ്ങളുടെ അവസ്ഥ കണ്ട്, ദയനീയമായ അവസ്ഥ കണ്ട് സഹതാപം തോന്നുന്നു. നിങ്ങൾക്ക് ചിരി വരും. കാരണം അറിയോ, നിങ്ങൾ മനുഷ്യരുടെ വേദന കാണുമ്പോൾ ചിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ RSSകാര് മനുഷ്യരുടെ രക്തം മൂറ്റി ചിരിക്കുന്നവരല്ലേ? നിങ്ങൾ എന്നെ നോക്കി ചിരിച്ച കുഴപ്പമില്ല. സാബു അല്ലല്ല, മനുഷ്യരുടെ രക്തം മൂറ്റി കുടിച്ച് മനുഷ്യരെ വർഗീയമായി വേർതിരിച്ച് ചിരിക്കുന്ന ആളുകളാ. അപ്പൊ നിങ്ങൾക്ക് ചിരി വരും. നിങ്ങൾക്ക് ഇരകൾ ചിരി വരും. പ്രശ്നമില്ല. ഇനി ഇവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അത് പോയി. ഇനി അടുത്ത വണ്ടി പിടിക്കും. അത് BJPയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ CPM കൊടുത്തോ? ഷാബു, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഇന്ന് റഹീം അത് സമ്മതിക്കുകയും ചെയ്തു. തനിക്ക് ഭാഷാപരമായ ഒരു പരിമിതിയുണ്ട്, പക്ഷേ അത് ഈ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുന്നതിന് അതൊരു തടസ്സമല്ല. ഞാൻ ആ വിഷയം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തുവെന്ന്. അത് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ കിട്ടിയ ഒരു എഡ്ജിന്റെ കൂടെ ഒരു ആത്മവിശ്വാസമാണല്ലോ അവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അതായത് ഭാഷാപരമായ പരിമിതിയുണ്ട്, മനുഷ്യന്റെ ഭാഷ, കഷ്ടപ്പെടുത്തുന്നവന്റെ ഭാഷയൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെയൊക്കെ വളരെ കാൽപ്പനികമായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവിടെ പോയത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ഇന്നത്തെ മൂവ്മെന്റില്, സംശയമൊന്നുമില്ല മഞ്ജുഷേ. അക്കാര്യത്തിൽ റഹീമിനെ ഞാൻ അഭിനന്ദിക്കുക തന്നെ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ, ഇപ്പോൾ തന്നെ ഈ കമന്റുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ മലയാളികളെ നാണം കെടുത്തി എന്നൊക്കെയാണ്. അങ്ങനെ കടത്തി റഹീമിനെതിരെ വിമർശനം ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം എന്താണോ, CPM-ഉം അദ്ദേഹവും എന്താണ് ഉദ്ദേശിച്ചത്? ഈ വിഷയത്തിൽ ആക്റ്റീവായിട്ട് ഇടപെട്ട് കേരളത്തിൽ വരാൻ പോകുന്നു. ഇപ്പൊ ഈ 3 മാസം കഴിഞ്ഞ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നില്ലായിരുന്നു എന്നിരിക്കട്ടെ, ഇവിടെ ഈ റഹീമും CPM ഇതിന്റെ അകത്ത് അനങ്ങാൻ പോകുന്നില്ല. ആരും ഇതിപ്പോ ഈ വരുന്ന ഇലക്ഷനിൽ ഈ ഇഷ്യൂ വളരെ നിർണായകമായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ പൊളിറ്റിക്കൽ സാധ്യത, ആ രാഷ്ട്രീയ സാധ്യത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അതാണ് പൊളിറ്റിക്സ്. അതിൻ്റെ അകത്തൊന്നും ഒരു സംശയമില്ല. ആ പൊളിറ്റിക്കൽ ഇന്റലിജൻസ്, ആ പൊളിറ്റിക്കൽ വിസ്ഡം CPM-ഉം റഹീമും കാണിച്ചിട്ടുണ്ട്. അതിനവരെ അഭിനന്ദിക്കുക തന്നെ വേണം. പിന്നെ ഭാഷയുടെ കാര്യം ഇപ്പൊ റജി ലൂക്കോസോടെ പറഞ്ഞു, അദ്ദേഹം അവിടെ പോയി ഹിന്ദിയിൽ സംസാരിച്ചു. ഓക്കെ, അവനവന്റെ മാതൃഭാഷയിൽ എവിടെയും പോയി, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതല്ലല്ലോ കാര്യം. ഇവിടെ ഭാഷാ പരിജ്ഞാനമോ അല്ലെങ്കിൽ മലയാള ഭാഷയിലുള്ള പാണ്ഡിത്യമോ ഒക്കെ കാണിക്കുന്ന സ്ഥലമല്ലല്ലോ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ നാടിന്റെ, ഇവിടെ നിന്ന് പോകുന്ന MP-മാർ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പാർലമെന്റിൽ പരമാവധി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഇവിടെ വിഷയം. അവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു പ്രധാനം തന്നെയാണ്. ആ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞപ്പോ റഹീമിനെ പോലെ ഒരാൾക്ക്, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. 1 മാസം മതി, 1-2 മാസം മതി ഈ ഭാഷയിലൊക്കെ പ്രാവീണ്യം നേടാൻ. എത്ര സമയം വേണം? ഉപയോഗിച്ച് വളരുന്നതാണ് ഭാഷ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഇത് ടാലന്റ് അല്ല, ഇത് ജീനിയസുകൾക്കൊന്നും പറഞ്ഞ സാധനമല്ലേ. ഇത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ആർക്കും. ആ അവസരം റഹീമും കേരളത്തിലെ ഒട്ടുമിക്ക MP-മാരും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിന്റെ അവസ്ഥ വ്യത്യസ്തമൊന്നുമല്ല. അതിൻ്റെ UDF-ന്റെ അവസ്ഥ, അതിൻ്റെ അകത്ത് മര്യാദയ്ക്ക് നന്നായിട്ട് അവിടെ പോയി UDF-ന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ അറിയാവുന്ന 2 പേരാണ്, 2-3 പേരുണ്ട്. ഇപ്പൊ അബ്ദുസമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, അതുപോലെ ശശി തരൂരിന്റെ വായ ഒരു കെട്ടിമൂടി വെച്ചേക്കുകയാണ്. രമേശ് ചെന്നിത്തല നല്ലൊരു പാർലമെന്റേറിയൻ ആയിരുന്നു. NK പ്രേമചന്ദ്രൻ, അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണെന്ന് ചെയ്തത്, അല്ലാതെ ജനിച്ചു വീണത് ഇംഗ്ലീഷ് കേട്ടോണ്ടൊന്നും അല്ലെങ്കിൽ പറഞ്ഞോണ്ടൊന്നും അല്ല. ആ ഡെവലപ്മെന്റ് എന്തുകൊണ്ട്, അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ് എന്തുകൊണ്ട് റഹീമിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് ചോദിച്ചു പോകില്ലേ? എന്തായാലും ശ്രീ റജി ലൂക്കോസ്, ഭാഷാപരമായ തന്റെ ഈ പ്രശ്നം താൻ മനസ്സിലാക്കുന്നുവെന്ന് റഹീം പറയുകയുണ്ടായി. അത് മറികടക്കുവാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം, അല്ലേ? നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു നേതാവിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം പാർലമെന്റിൽ ചെന്നപ്പോൾ നടത്തിയ 2 പ്രസംഗങ്ങളെ കുറിച്ച് ട്രോളുകൾ അന്ന് വരെ ഉണ്ട്. ആ ലാംഗ്വേജ് കേട്ടാൽ ഈ റഹീം പറയുന്നതിനേക്കാളും അത് മോശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരെങ്കിലും ഡിഗ്രി എടുത്ത് സംസാരിക്കുന്നത് ഇപ്പോഴും ട്രോളുണ്ട് ആ പാർലമെന്റിൽ. ഈ റഹീം പറയുന്നതിനേക്കാളും ലാംഗ്വേജ് മോശമാണ്. അദ്ദേഹം നല്ല വിദ്യാസമ്പന്ന, അതുകൊണ്ട് അദ്ദേഹത്തിന് ആരും ആക്ഷേപിക്കുമോ? AK ഗോപാലൻ ഞാനത് പൂർത്തിയിരിക്കുന്ന സമയം, എനിക്കിവിടെ കുറച്ച് സമയം കിട്ടിയുള്ളൂ, ഞാൻ തരാം. ജവഹർലാൽ നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട AK ഗോപാലൻ പറഞ്ഞു, എന്റെ കളിയാക്കി ഭാരോ, അദ്ദേഹം പറഞ്ഞു എന്റെ ഭാഷ ബ്രോക്കണാവും, മുറിഞ്ഞു പോയി ഇംഗ്ലീഷ് ഭാഷ. പക്ഷെ ഞാൻ പറഞ്ഞ വിഷയം അത് ഈ പാർലമെന്റിൽ ഏക്കുമെന്ന് പറഞ്ഞു. ആദ്യ കൈയടിച്ചതാരാ?
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അത് ഇപ്പോഴും ഇന്ത്യൻ പാർലമെന്റിന്റെ നിങ്ങൾ അത് ആ ഗൂഗിൾ അടിച്ചാൽ അത് കിട്ടും. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു AKGയെ പ്രകീർത്തിച്ച് പറഞ്ഞതാണ് ആ വാക്കുകൾ. അത് തന്നെ ഞാൻ പറഞ്ഞു. ആദ്യം കൈയടിച്ചത് അദ്ദേഹം എന്നാ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എവിടെയുണ്ട് ഓടി വന്നിരിക്കും. അത്രയ്ക്ക് മാന്യമായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു. ഇനി വേറെന്ന് പറയാം, ഈ പിന്നെ ഷാക്കിർ കേൾക്കണം. അതായത് വൃന്ദ കാരാട്ട് എന്ന് പറഞ്ഞ നേതാവുണ്ട്, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു വൃന്ദ കാരാട്ട്. ഡൽഹിയുടെ പ്രാദേശിക പ്രദേശം സ്ഥലത്തിന് പേര് മൊറാദാബാദ് പെട്ടത്. ഞാൻ ആ പേര് കൊടുത്തത്. ഞാൻ അവിടെ കണ്ടിട്ടുള്ള ആളാണ്. മുസ്ലിംസ് മാത്രം ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ തിക്കി പറക്കുന്നുണ്ട്. ഈ UP ഗവൺമെന്റ് UP-യിലാണ് ബുൾഡോസറുമായിട്ട് വന്നപ്പോൾ അതിന്റെ മുമ്പിൽ കയറി നിന്ന് അതിനെ പുറകോട്ട് ഓടിച്ചാൽ ആ നേതാവിന്റെ പേര് പ്രകാശ് കാരാട്ട്, അല്ല വൃന്ദ കാരാട്ട്. നിങ്ങൾ ഒരു ലീഗുകാരവിടെ കണ്ടിട്ടില്ല. നിങ്ങളുടെ മുട്ടുപറക്കി അങ്ങോട്ട് ചെല്ലാൻ അവർ കയറി നിന്നത് ഇന്ത്യയിലെ വാർത്തയായിരുന്നു. അപ്പൊ നിങ്ങൾ റഹീമിനെ കളിയാക്കുന്നുണ്ടല്ലോ. റഹീമിനെ ഞങ്ങളൊക്കെ പോയിണ്ടായിരുന്നു. നിങ്ങൾ കൈരടി ദേശാഭിമാനി മാത്രം കാണല്ലേ, ഞാനുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് നേതാക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അത് നിങ്ങൾ നോക്ക്. വൃന്ദ കാരാട്ട് ബന്ധത്തിൽ ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ പറയേണ്ടത് മുസ്ലിം ലീഗിന് മുട്ടുവാർക്കുന്നില്ല. യോഗി ആദിത്യനാഥിന്റെ അടുത്ത് പോയി കാണിക്കുന്നത് തന്റെ ഉണ്ടെങ്കിൽ ആസാമിൽ പോയി കാണിക്ക്. നിങ്ങൾ ആ ദേശാഭിമാനി കൈരടി മാത്രം പോയി അഭിപ്രായം പറയല്ലേ. ഭാഷാ പണ്ഡിതനോ ഭാഷാ പരിജ്ഞാനമൊന്നും അല്ല, മനുഷ്യനോട് സംബന്ധിച്ച ഒരു വേദന. ഒന്നാം സ്ഥാനത്തല്ല, ബഹിരാകാശത്താണ്. നിങ്ങൾ നിങ്ങൾ ആക്ഷേപിക്കും, അത് സ്വാഭാവിക. പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതിനൊരു മറുപടി പറയേണ്ടി വരും. ശരി ഷാക്കിർ. അതെ, നിങ്ങളുടെ ലക്ഷ്യം അതാണ് റജി. നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ മഞ്ജുഷെ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇവരുടെ ലക്ഷ്യം അതാണ്. പാവപ്പെട്ട മനുഷ്യരുടെ വീട് പോയതല്ല ഇവരെ പ്രശ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ കുടിയൊഴിപ്പിച്ചതല്ല പ്രശ്നം. ഇവർ നോക്ക് അതായത് ഞങ്ങൾ നോക്ക് ഈ കളവ് ഇതുപോലെ ചാനലുകളിൽ വന്നിരുന്നു. പ്രിയപ്പെട്ട റജി നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റഹീം പോയ മനുഷ്യരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ ചേർത്ത് ആക്ഷേപിച്ച് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞിട്ട് പറഞ്ഞുതരാ. അതായത് നിങ്ങൾ ഈ ഹരിയാനയിലെ വർത്തമാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹരിയാനയിലെ ഊലെ ഇരകളെ നേരിട്ട് കണ്ടാൽ ഞങ്ങളുള്ളൂ. അവിടെ പോയി അതിർത്തി തിരിച്ചു പോന്നിട്ടല്ല. രണ്ടാമത് ജഹാംഗീർപുരിയിൽ മുസ്ലിം ലീഗ് മാസങ്ങളോളം ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടെ വൃന്ദാകാരായിട്ട് പോകുന്നു, അത് നിങ്ങൾ അഭിനന്ദിക്കുന്ന കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറയല്ലേ, നിങ്ങൾ പറഞ്ഞല്ലോ മുട്ട് വറക്കുമെന്ന്. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്റെ രജിയിൽ പറയാൻ സമ്മതിക്കും. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ പറയാ, നിങ്ങൾ എനിക്ക് മഞ്ജുഷ പറയാൻ സമയം തരാണെങ്കിൽ ഈ യോഗി ആദിത്യനാഥിന്റെ അമിത്ഷായുടെ ആസാമിലെ നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ പോയി സമരം ചെയ്ത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഇവര് യോഗി ആദിത്യനാഥ് അല്ലല്ല യോഗി ആദിത്യനാഥിനെ ഞങ്ങൾ കർണാടകയെ ബാംഗ്ലൂരിലേക്ക് മാത്രമല്ല പോയത്. ഞങ്ങൾ എവിടെയാണോ ന്യൂനപക്ഷ സമുദായത്തിനും മനുഷ്യർക്ക് പ്രയാസമുണ്ടായത് അവർക്കൊപ്പം മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരെ പോലെ ഇപ്പൊ റജി പറഞ്ഞിട്ട് കേട്ടില്ലേ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കി സാബ് പറഞ്ഞില്ലേ, സാബ് പറഞ്ഞല്ലോ, അല്ല ഇപ്പൊ പ്രിയപ്പെട്ട സാബ് പറഞ്ഞു ഇവർ എന്റെ പറയട്ടെ ഒന്ന് പറയട്ടെ റജി പറയാൻ സംബന്ധിച്ച നിങ്ങൾക്ക് ദേശാഭിമാനി വായിച്ച ഈ വിവരം കിട്ടൂല. ഞാൻ പറഞ്ഞിറക്കി അല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, വസ്തുതകൾ പറഞ്ഞുതരാം. നിങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെ കണ്ടോ നിങ്ങളിപ്പോ വിറക്കി ഞങ്ങളെ നിങ്ങളുടെ CPM നേതാവിനെ പറയോ ET മുഹമ്മദ് ബഷീർ MP, CK സുബൈറി, ഫൈസൽ ബാബു ആസാമിൽ നിരവധി തവണ പോയി ആ ഇരകളെ കണ്ടു. ചെയ്യാൻ കഴിയുന്ന സഹായം നിങ്ങൾ നോക്കിക്കോ. ഞാൻ പറയാം, ഒരു സംസ്ഥാനത്തല്ല അല്ലല്ല കേട്ടോ മഞ്ജുഷേ മധ്യപ്രദേശിൽ ഒരു മിനിറ്റ് ചാനലുകളിൽ സോഷ്യൽ മീഡിയയിൽ കള്ളത്തരങ്ങൾ പറഞ്ഞാൽ അത് പൊളിച്ച് കൈ തരാൻ തെളിവുകളോടെ തരാൻ നമ്മളെടുത്തുണ്ട്. ഇപ്പൊ ഒരു കാര്യം കൂടി എന്റെ റജി, പ്രിയപ്പെട്ട റജി, ഇതെല്ലാം വായിച്ച് കണ്ടിരിക്കുന്നവര് തന്നെ ഞങ്ങളും ഭാഷകളും റഹീമും എല്ലാവരും ഞാൻ ഈ ചർച്ചയുടെ ആർക്കാ നിങ്ങൾ പിന്തുണ കൊടുത്തോടെ? BJP-യുടെ B ടീമിന് എന്നിട്ട് നാണം കിട്ടില്ല. മഞ്ജുഷേ
സംസാരിക്കുമ്പോൾ അത് ഒത്തിരി ശ്രദ്ധിക്കണം. ഞങ്ങൾ ദേശാഭിമാനിയും കാണും, വായിക്കും, കൈരളിയും കാണും, ദേശീയ മാധ്യമങ്ങളും കാണും. പ്ലീസ് നിങ്ങൾക്ക് അതായത് മഞ്ജുഷേ, ഞങ്ങൾ കർണാടകയിൽ പോയതും UP-യിൽ പോയതും ആസാമിൽ പോയതും ഡൽഹിയിൽ പോയതും നിരന്തരമായി. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മധ്യപ്രദേശിൽ വസീം ഷെയ്ഖ് എന്ന് പറയുന്ന 2 കയ്യുമില്ലാത്തയാള് രാമനവമി ഘോഷയാത്രക്ക് കല്ലെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടെ ബുൾഡോസർ വെച്ച് നിരപ്പാക്കി. അവിടെയും പോയി. അതുപോലെ തന്നെ ഹരിയാനയിലെ ആര്യൻ മിശ്ര എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവിനെ അവിടെയും പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു വിഷയം അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ ഒന്ന് പറയാൻ ശ്രമിക്കും. ഉത്തരാഖണ്ഡിൽ 42 ഖനിത്തൊഴിലാളികൾ അവിടെ ഖനിയിൽ കുടുങ്ങി പ്രശ്നമായി. അവിടെ വക്കീൽ ഹസൻ എന്ന് പറയുന്ന റാഡ് മനേജ് സംഘം പോയി അവരെ രക്ഷപ്പെടുത്തി. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി. ഈ വക്കീൽ ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ അഭിമാനമാണ് നാവെടുത്തതിന് മുമ്പ് ഡൽഹിയിൽ വക്കീൽ ഹസന്റെ നടപ്പിലാക്കി. നിങ്ങൾ പിണറായി വിജയനാവല്ലേ, അസഹിഷ്ണുത കാണിക്കല്ലേ, പറയാൻ സമയത്ത് നിങ്ങൾ പിണറായി വിജയനെ പോലെ അസഹിഷ്ണുത, നിങ്ങൾ CPM പോലെ ഗുണ്ടായിസം കാണിക്കല്ലേ. മഞ്ജുഷേ, അതായത് KT ജലീലും ഇപ്പൊ റെജി അബദ്ധത്തിൽ ചാടി കിടക്കാണ്. റെജി ചർച്ചയിൽ അബദ്ധത്തിൽ ചാടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് കാണാം, അവിടെ തന്നെ ഞങ്ങൾ പോയിന്റ്. റെജി നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയി, നിങ്ങളെ നാടകം പുറത്തായി. നിങ്ങൾ പറയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പോ ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ല, നിങ്ങൾ അറിയാതെ ഉള്ളിലുള്ള പറഞ്ഞു പോയി. നിങ്ങൾ അറിയാതെ ഉള്ളിലുള്ള പറഞ്ഞു പോയി. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് പ്രശ്നം. അല്ല, നിങ്ങളെ ഉദ്ദേശം അതായിരുന്നു. മഞ്ജുഷ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, 1 മിനിറ്റ് തന്നാൽ മതി. ഞങ്ങൾ പോയത് അവിടെ അല്ല, 1 മിനിറ്റ് ഞങ്ങൾ പോയ സ്ഥലങ്ങളില് മനുഷ്യരുടെ വേദനകൾക്കൊപ്പം നിന്ന്, ഇരകൾക്കൊപ്പം നിന്ന് ആവശ്യമായ സഹായം ചെയ്തു. ഇന്നലെ കർണാടകയിൽ ബാംഗ്ലൂരിൽ പോയപ്പോഴും മുഖ്യമന്ത്രിയെ, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ, മൈനോറിറ്റി മന്ത്രിയെ കണ്ടിട്ട് ആ പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കൂടെ നിൽക്കുകയാണ്. ഇവരെന്താ ചെയ്തത്? ഇവർ നേരെ അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് ഇവിടെ CPM-ന്റെ സൈബർ സഖാക്കൾക്ക് അയച്ചു കൊടുത്ത് എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാനാ വർത്താനം. ഇവർക്ക് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. ഞങ്ങൾക്ക് ജനങ്ങളുടെ ജീവൻ, സ്വത്ത്, അതുപോലെ തന്നെ നല്ല നിലക്കുള്ള ജീവിതം, അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇവർക്ക് അത് വർഗീയ മുതലെടുപ്പ് നടക്കണം, ഇവർക്ക് തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമുണ്ടാക്കണം, അയ്യപ്പന്റെ സ്വർണം കെട്ടത് മറച്ചു വെക്കണം, അല്ലേ, CPM-ന് തോൽവി മറച്ചു വെക്കണം. എന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടപെട്ടു. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ള കാര്യം റഹീം ആവർത്തിക്കുകയും ചെയ്യുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇംഗ്ലീഷ് അറിയാത്തതിന് റഹീമിനെ കളിയാക്കുന്നത് ശരിയാണോ? ശരിയാണെന്ന് 65% പ്രേക്ഷകർ, അല്ല എന്ന് 31%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.